ഗോൾസ് വേണം. അത് എല്ലാവർക്കും ഒരു ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ഗോൾസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 45 വയസ്സായിട്ട് കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴല്ല. നമ്മൾക്ക് 30 വയസ്സുള്ളപ്പോൾ അറിയാം നമ്മുടെ കുട്ടി 15 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയും. അത് കഴിഞ്ഞ ശേഷം കോളേജിലേക്ക് പോകണം. കോളേജ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. 30 വയസ്സായിട്ട് നമുക്ക് അറിയാം. അല്ലാതെ 45 വയസ്സെത്തുമ്പോൾ നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 1 lakh rupees സാലറി ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഒരു 15 വർഷം അദ്ദേഹം ഗൾഫിൽ നിൽക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ ഒരു 15% തുക മാത്രം അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ 15ാമത്തെ വർഷം ഏകദേശം അതൊരു 1 CR ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചാണ്. 1 CR ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് കാണുന്ന പല ആളുകളും പറയും, അപ്പോൾ ഇൻഫ്ലേഷൻ ഇല്ലേ, അപ്പോൾ വില കൂടത്തില്ല, അപ്പോൾ അന്നത്തെ കാലത്ത് ഈ 1 കോടി എന്ത് ചെയ്യാനൊക്കെ ചോദിക്കും. പ്രിയ സുഹൃത്തെ, ഒന്നും ഇല്ലാത്തതിൽ നല്ലല്ലേ 1 കോടി ഉള്ളത്. അപ്പോൾ ഒന്നുമില്ലാതെ ജീവിക്കാനെക്കാട്ടി ബെറ്ററാണ് നമുക്ക് ഉള്ള പോലെ ജീവിക്കണം. കുറച്ചുകൂടി നമുക്ക് തുക ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ 50,000 rupees സേവ് ചെയ്യണമെന്ന്. അതൊരു 25,000 ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന 15 year കൊണ്ട് അതിന് 2 CR 2.5 CR എത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര സാലറി കിട്ടുന്നുള്ളതല്ല. പലരും പറയാറുണ്ട്, എൻ്റെ മോന് അത്രയും വലിയ ജോലിയാണ്, ആ കമ്പനിയുടെ MD എന്നൊക്കെ പറയും. പക്ഷേ കിട്ടുന്നത് മുഴുവൻ MDയുടെ സാലറി മുഴുവൻ ലോണും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ആണെങ്കിൽ പിന്നെ MD ആയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ നല്ലത് ചെറിയൊരു കമ്പനിയിൽ ചെറിയ ജോലിയാണെങ്കിലും വളരെ വയസ്സായിട്ട് വെളുത്ത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവനാണ് എടുക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അല്ലാതെ ഏറ്റവും വലിയ ജോലിയും ഏറ്റവും വലിയ സാലറിയും കിട്ടുന്നതല്ല. എത്ര വലിയ ജോലിയായാലും എത്ര ശതമാനം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നിടത്താണ് കാര്യം.